ഹനീഫിക്കയോട് ഒരു ദിവസം സംസാരിക്കുന്നത്, എനിക്ക് അവിടെ ഓഫീസിൽ ഞാൻ പയ്യെ നടക്കുന്ന ആളുകളെന്ന് ഞാൻ എടുക്കാറില്ല ഹനീഫിക്ക. ഹനീഫിക്ക് ഉടൻ തന്നെ പറഞ്ഞു, രാജ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാൻ വിസ എടുത്ത് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം? അതായത് നമ്മൾ അറിവ് നേടുക എന്നത് ഈ കോളേജുകളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, ഓരോരുത്തർക്കും ഡിഫറൻസ് ആയിരിക്കും അവരുടെ അറിവും. കാരണം ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കേട്ട പ്രസംഗങ്ങൾ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ വേൾഡ്, ഇത് വേറൊരാൾക്കും ഇല്ലല്ലോ. ഞാൻ വായിച്ച അതേ കൃത്യം പുസ്തകം തന്നെ വായിച്ചു, ഞാൻ എക്സ്പീരിയൻസ് അതേ എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ കണ്ട ആളുകളെ മാത്രം കണ്ടു, അങ്ങനത്തെ ഒരാളില്ല. അപ്പൊ ഓരോ മനുഷ്യനും യൂണിക്കാണ്. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് തന്നെ ഇന്ന് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ, നമ്മളെ കേൾക്കാൻ വേണ്ടി നമ്മൾ യൂട്യൂബിലേക്ക് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, ഇത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ അവർ മനസ്സിലാക്കുന്നു, യാതൊരു ഉറപ്പില്ല നമുക്ക്. കാരണം അവന്റെ ടൈം, എക്സ്പീരിയൻസ് അതൊക്കെ വെച്ചിട്ടാണ് ഇത് കേൾക്കുന്നത്. ഒരുപക്ഷെ നമ്മളെക്കാൾ ഇമോഷണൽ ആയിട്ട് അവന് കേൾക്കാൻ പറ്റിയത് വരും. നമ്മൾ പറയുന്നതിനെ 1000 മടങ്ങ് വലിയ ഇതിൽ കേൾക്കാൻ അവന് പറ്റും. ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് പറ്റും. അതുകൊണ്ട് നമ്മളെ മനുഷ്യന്മാർക്കൊരു പ്രശ്നമുണ്ട്, എൻ്റെത് മാത്രം ശരി, മറ്റൊൻ്റെത് തെറ്റ്, അല്ലെങ്കിൽ ഞാൻ ഈ മനസ്സിലാക്കിയതാണ് ശരി, മറ്റൊൻ്റെത് മുഴുവൻ തെറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു തോന്നലുകളുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, അതിനെ നമ്മൾ ആദ്യം മുറിച്ച് കളയണം. കാരണം എൻ്റെ ശരിയാവുന്നത് ഞാൻ പഠിച്ച എൻ്റെ അവസരം കൊണ്ടാണ് ശരി. എൻ്റെ തൊട്ട് മുമ്പിലിരിക്കുന്ന രജനീഷിന് തീർച്ചയായും വ്യത്യസ്തമായ പുസ്തകങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ഉള്ളത്. 100% അതാണല്ലോ ശരി നിങ്ങൾക്ക്. ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നു അതേപോലെ നിങ്ങളും വിശ്വസിക്കുന്നു. പലരും പറയും എല്ലാം സത്യമാണോ, ഇതിനൊക്കെ കാടടച്ച് ഇങ്ങനെയല്ല. നമ്മൾ ഈ പറയുന്ന കാര്യത്തെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഒരേ സമയം ഇപ്പോൾ 12 മണിയാണ്, എനിക്കും 12 മണി, നിങ്ങൾക്കും 12 എന്ന പോലെയാണ് ലോകത്തിലുള്ള എല്ലാ ശരികളും തെറ്റുകളും ടൈം പോലെയാണെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയല്ല. കാരണം ഓരോരുത്തർക്കുള്ള ശരികളും ഇതെല്ലാം ടൈം പോലെയാണോ? രജനീഷിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലല്ലോ, ഇത് വേറെയാണ്. അപ്പൊ ഒരേ വഴിയിലൂടെ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും ശരിയാണ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒക്കെ ഇട്ടിട്ട് ആളുകളെ വീണ്ടും ആ പഴയ എൻ്റെത് മാത്രം ശരി എന്നതിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരുടേതും ശരിയാണ്, അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റണം. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും ശരിയാണെന്ന് എനിക്ക് അംഗീകരിക്കാൻ പറ്റുമ്പോഴേ ഒരു വിശാലമായ ലോകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. താങ്ക് യു. അപ്പോൾ വീണ്ടും എഡ്യൂക്കേഷനെ കുറിച്ച് തന്നെ പറഞ്ഞു. ഞാൻ ഹനീഫിക്ക പറഞ്ഞൊരു ഉദാഹരണം തന്നെ പണ്ട് എൻ്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ ഞാൻ സ്പീഡിൽ നടക്കുന്ന ആളുകളെ എടുക്കാറുള്ളൂ. കാരണം പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് ആ സ്പീഡ് വേണം. ചിന്തിക്കുന്ന രീതികളാണെങ്കിലും ഞങ്ങൾ മറ്റുള്ള ആളുകളെ, ഞാൻ IT കമ്പനിയാണ് റൺ ചെയ്യുന്നത്, മറ്റുള്ള ആളുകളുടെ പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്യുക, അത് സ്മൂത്തായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ കോഡ് ചെയ്യുന്ന ആളുകൾക്ക് സ്പീഡിലേക്ക് മനസ്സിലെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവിടെ ഡിലേ വരും. അവിടെ നമ്മുടെ കാര്യങ്ങൾ തന്നെ ഡിലേ ആണ്. ലീവ് ഇടണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ലീവ് ഇടണമെങ്കിൽ 7 ദിവസം മുന്നേ ഇടണം. കാരണം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഹനീഫിക്കയോട് ഒരു ദിവസം സംസാരിക്കുന്നത്, എനിക്ക് അവിടെ ഓഫീസിൽ ഞാൻ പയ്യെ നടക്കുന്ന ആളുകളെന്ന് ഞാൻ എടുക്കാറില്ല ഹനീഫിക്ക. ഹനീഫിക്ക ഉടൻ തന്നെ പറഞ്ഞു, രാജ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ, ഞാൻ വിസ എടുത്ത് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ ആളുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപയോഗം എന്ന് വെച്ചു. ഹനീഫിക്ക പറഞ്ഞതായിരുന്നു, എൻ്റെ ഷോപ്പിൽ മൊബൈൽ ഒക്കെ സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന, ഏറ്റവും നന്നായിട്ട് അടുക്കി വയ്ക്കുന്ന ഒരു പതുക്കെ പണിയെടുക്കുന്നവരാണ്. അപ്പോൾ എനിക്ക് ശരിയെല്ലാം തോന്നുന്ന ആളുകൾ മറ്റെവിടേക്കോ അവർ ശരികളാണ്. ഈ ഒരു ആക്സെപ്റ്റൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളാണ് അതിലേറ്റവും ബെനിഫിറ്റഡ് ആവുന്നത്. ഒരുപാട് അറിവ് നമുക്ക് നേടാൻ കഴിയും. അപ്പം നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ഞാൻ നോ അതല്ല ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കോൺവെർസേഷൻ ഇല്ല. നിങ്ങളും താല്പര്യപ്പെടില്ല സംസാരിക്കാൻ. അത് കേട്ടിരിക്കുവാനോ അത് വിശകലനം നമുക്ക് ആവശ്യമുള്ളതാണ് എടുക്കാം. അവരും അവരുടേതായിട്ടുള്ള സാഹചര്യത്തിൽ ശരിയാണ് എന്ന് അംഗീകരിക്കുന്നിടത്ത് നമുക്ക് ഒരുപാട് പ്രഷർ കുറയും. അതെ, അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഷർ കുറയും. ഇന്നലെ നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടല്ലോ, ഒന്ന് രണ്ടിനോട് പ്ലസ് ചെയ്യുമ്പോൾ 2 അതെന്താണ് മാത്തമാറ്റിക്സിൽ ശരിയാണ്. പിന്നെ സിനർജിയിലാണെങ്കിൽ അത് വേറെയാണെന്നുള്ള എന്നതാണ്. അതായത് അനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു ബലമുള്ള ഒരു കോല് കൊണ്ട് നമ്മൾ തട്ടിയിടുമ്പോഴും 2 വെച്ച് തട്ടിയുമ്പോഴും ശരിക്കും ഇതിൽ 1 2 കിട്ടേണ്ടത്. പക്ഷെ അതല്ല കിട്ടുക. 2 ചേർന്ന് നിൽക്കുമ്പോൾ ഈ 2ന്റെ ബലം അല്ല കിട്ടുക, ഈ വലിയ 1 വേറൊരു ബലമുണ്ട്. അതെ, അതാണല്ലോ ഇതാണ് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും വ്യത്യസ്തമാണ്. അത് നമ്മൾ എൻ്റെ മുമ്പിലുള്ള എല്ലാവരും ശരിയാണ് എന്ന് വിശ്വസിക്കുന്നതോടുകൂടി നമുക്ക് ലോകത്തൊരു
നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്മൈൽ ടാക്കാണല്ലോ. ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളെ മനസ്സിൽ വേണ്ട ഒരു കാര്യം എൻ്റെ മുമ്പിൽ വരുന്ന എല്ലാവരും ശരിയാണെന്ന് തന്നെ. കാരണം അവിടെ ഈ സ്മൈൽ എന്ന് പറഞ്ഞാൽ അവിടെ കാംനെസ് ആണ്. അവിടെ ഒന്നും കൂടുതലില്ല, ഒന്നും കുറവില്ല. ഇവിടെ ഭക്ഷണമാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഈ ലോകത്തിലെ എല്ലാ അവന് ആവശ്യമുള്ളത് എക്സ്ട്രാ എടുക്കുന്നില്ല, കുറവെടുക്കുന്നില്ല. ഒരു കാംനെസ് ആണ്. അവിടെയാണ് ഈ സ്മൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ സ്മൈൽ ടാക്ക് എന്നാണല്ലോ നമ്മുടെ ഈ ടോക്കിന് നമ്മൾ പേരിട്ടത്. ഇവിടെ നമ്മൾ ആദ്യമായി പറയുന്നത് മുമ്പിൽ വരുന്ന എല്ലാവരും ശരിയാണ്. ഒരു പക്ഷേ അവന് ചില ഭാഗങ്ങളിൽ അറിവിൽ കുറച്ച് കുറവുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം. അപ്പോഴും ചിലപ്പോൾ വേറെ രീതിയിലേക്ക് അടുക്ക് കിട്ടുന്നുണ്ടാവും. അതൊന്നും ഒരു വിഷയമല്ല. എല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പൊട്ടമായൊരു തെറ്റ് പറയുന്ന ഒരാളെ ഇപ്പോൾ 12 മണി, നേരത്തെ പറഞ്ഞ 12 മണിയാണ്, അത് ഓൻ പറയാം 11 മണി, അപ്പം അവനും ശരിയാണ് എന്നതിലേക്കല്ല നമ്മൾ പോകുന്നത്. അവനെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഇതാണ് ക്ലോക്കെന്നും ഇതാണ് ഈ ക്ലോക്കിൽ ഇങ്ങനെയാണ് സമയമെന്നും എല്ലാവരും ഇങ്ങനെ അംഗീകരിക്കുന്നത് വേറെ കാര്യം. അറിവ് നൽകുന്നതും പിന്നെ അവനെ പഠിപ്പിച്ച് അവനെ കൃത്യതയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഓരോരുത്തരും അവന് മനസ്സിലാക്കുന്നത് അവൻ്റെ ഐഡിയക്കും അവൻ്റെ എക്സ്പീരിയൻസിനും അനുസരിച്ചാണെന്നുള്ളത് അംഗീകരിക്കുക. അവൻ ശരിയിലാണ്, അവൻ നിൽക്കുന്നിടത്തോളം സമയം അവൻ ശരിയിലാണ് എന്നതാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ എല്ലാം സത്യമാണ്, എല്ലാം ശരിയാണ് എന്നതിലേക്കല്ല പോകുന്നത്. മനസ്സിലാവും. അവിടെ ക്ലാരിറ്റി കൂടെ വരട്ടെ.